ഇന്ത്യയിലെ ഒരു വലിയ സംസ്ഥാനമായ മഹാരാഷ്ട്രയിലെ അസംബ്ലി ഇലക്ഷൻ നടക്കാൻ ഏതാണ്ട് 2 മാസം കൂടി മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ ഈ സമയത്ത് ഇന്ത്യയിലെ ഗോധി മീഡിയ എല്ലാം നിയമസഭാ ഇലക്ഷന്റെ സർവേകൾ പുറത്തുവിടേണ്ടതാണ്. എന്നാൽ ലോക്സഭാ ഇലക്ഷനിലെ BJPക്ക് വേണ്ടിയുള്ള തട്ടിക്കൂട്ട് സർവേ നടത്തി നാണം കെട്ട ഗോധി മീഡിയകൾ വരുന്ന അസംബ്ലി ഇലക്ഷനുകളുടെ സർവേ നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ മഹാരാഷ്ട്രയിലെ ഒരു ലോക്കൽ ന്യൂസ് ചാനലായ സാഗൽ സാം അവിടുത്തെ വരുന്ന അസംബ്ലി ഇലക്ഷന്റെ ഒരു സർവേ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇവരുടെ സർവേ അനുസരിച്ച് 288 സീറ്റുകളുള്ള മഹാരാഷ്ട്ര അസംബ്ലിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ മഹാവികാസ് അഘാഡി എന്ന ഇന്ത്യ സഖ്യത്തിന് 152 സീറ്റും NDA മുന്നണിക്ക് 136 സീറ്റുമാണ് ലഭിക്കുക. അതായത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 145 സീറ്റുകളിൽ അധികം മഹാവികാസ് അഘാഡിക്ക് ലഭിക്കുമെന്നാണ് ഇവരുടെ സർവേ പറയുന്നത്. ഇതനുസരിച്ച് ഓരോ പാർട്ടികൾക്കും ലഭിക്കുന്ന സീറ്റുകൾ ഇങ്ങനെയാണ്. മഹാവികാസ് അഘാഡിയിൽ കോൺഗ്രസിന് 80 സീറ്റ്, ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് 31 സീറ്റ്, ശരത് പവാറിന്റെ NCPക്ക് 41 സീറ്റ്. NDA മുന്നണിയിൽ BJPക്ക് 95 സീറ്റ്, ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്ക് 23 സീറ്റ്, അജിത് പവാറിന്റെ NCPക്ക് 18 സീറ്റ് എന്നിങ്ങനെയാണ് ലഭിക്കുക. മഹാരാഷ്ട്രയിലെ 5 പ്രധാന റീജിയനുകളിൽ ഓരോ മുന്നണിക്കും ലഭിക്കുന്ന സീറ്റ് ഇങ്ങനെയാണ്. മുംബൈ കൊങ്കൺ റീജിയനിലെ 73 സീറ്റിൽ NDAക്ക് 48, ഇന്ത്യ മുന്നണിക്ക് 25. വെസ്റ്റേൺ മഹാരാഷ്ട്രയിലെ 70 സീറ്റിൽ NDAക്ക് 28, ഇന്ത്യ മുന്നണിക്ക് 42. വിദർഭ മേഖലയിലെ 64 സീറ്റിൽ NDAക്ക് 29, ഇന്ത്യ മുന്നണിക്ക് 35. മറാത്ത മേഖലയിലെ 47 സീറ്റുകളിൽ NDA 21, ഇന്ത്യ 26. നോർത്ത് മഹാരാഷ്ട്രയിലെ 34 സീറ്റുകളിൽ NDA 10, ഇന്ത്യ 14. ഇവരുടെ ഈ സർവേ പ്രകാരം 95 സീറ്റുകൾ നേടി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന് പറയുന്നു. 80 സീറ്റുകളോടെ തൊട്ടുപുറകിൽ കോൺഗ്രസ് വരുമെന്നും പറയുന്നു. എന്നാൽ ഇലക്ഷൻ അടുക്കുന്നതോടുകൂടി ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ഇന്ത്യ മുന്നണിക്ക് മിനിമം 175 സീറ്റുകൾ മഹാരാഷ്ട്രയിൽ ലഭിക്കാനുള്ള വലിയ സാധ്യതയാണ് കാണുന്നത്. NDAക്ക് പരമാവധി 113. അങ്ങനെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഓരോരോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നായി BJP തൂത്തെറിയപ്പെടുമെന്ന് തീർച്ചയാണ്.